ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത സ്ത്രീകൾ നിരവധിയുണ്ട്, പ്രത്യേകിച്ചും സിനിമാ രംഗത്ത്. അങ്ങനെ ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത ഒരു നടിയാണ് രാധിക. ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടിയാണ് രാധിക. ഭാരതിരാജയുടെ കിഴക്കേ പോകും റെയിൽ എന്ന ചിത്രത്തിൽ നായികയായി എത്തിയ രാധിക പിന്നീട് തമിഴ്നാട്ടിലെ മുൻനിര നായികയായി മാറി. MGRനെ വെടിവെച്ച MR രാധയുടെ മകൾ കൂടിയാണ് രാധിക. രാധിക ആദ്യം വിവാഹം കഴിച്ചത് പ്രതാപ് പോത്തനെ. 1 വർഷം മാത്രമേ ആ വിവാഹ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപ് പോത്തനും താനും തമ്മിലുള്ള വിവാഹ ജീവിതം അപക്വമായ പ്രായത്തിൽ തനിക്ക് സംഭവിച്ച വലിയ തെറ്റാണെന്ന് രാധിക പിന്നീട് പറഞ്ഞു. അതിനുശേഷം രാധിക റിച്ചാർഡ് ഹാഡി, വിദേശ ബിസിനസ്സുകാരനായ റിച്ചാർഡ് ഹാഡിയെ വിവാഹം കഴിച്ചു. 2 വർഷം മാത്രമായിരുന്നു ആ വിവാഹ ബന്ധത്തിന് ആയുസ്. അതിനുശേഷം റിച്ചാർഡ് ഹാഡിയുമായി രാധിക പിരിഞ്ഞു. പിന്നീട് ശരത് കുമാറിനെ വിവാഹം കഴിച്ചു. ശരത് കുമാർ അന്ന് തമിഴ്നാട്ടിൽ സുപ്രീം ഹീറോയായിരുന്നു. രജനീകാന്ത് കഴിഞ്ഞാൽ താരമൂല്യമുള്ള താരം. ശരത് കുമാറിനെ ലാക്കാക്കി തമിഴ് സിനിമ സഞ്ചരിച്ച കാലം. ആ കാലത്താണ് രാധിക ശരത് കുമാറിനെ വിവാഹം കഴിച്ചത്. ശരത് കുമാറിനേക്കാൾ പ്രായ കൂടുതലാണ് രാധികയ്ക്കെന്നൊക്കെ അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ശരത് കുമാറിന് മറ്റൊരു ഭാര്യയും മകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ രാധിക തകർത്തുവെന്ന് തമിഴ് മാധ്യമങ്ങൾ പറഞ്ഞു. മലയാള മാധ്യമങ്ങളും അതിൽ ഒട്ടും പിറകിലായിരുന്നില്ല. എന്നാൽ ശരത് കുമാറും രാധികയുമായുള്ള വിവാഹബന്ധം അതിവേഗം തകരുമെന്ന് പ്രവചിച്ച മാധ്യമങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും വിവാഹ ജീവിതം ആഘോഷിച്ചു. ഇപ്പോൾ രാധിക തമിഴ്നാടിനെ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് തൻ്റെ അഭിനയത്തിലൂടെ. 63-ാം വയസ്സിൽ തായ് കിഴവി എന്ന ചിത്രത്തിൽ പാവനത്തായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രാധിക തമിഴ് സിനിമയെ ഞെട്ടിച്ചിരിക്കുന്നു. രാധികയെ സംബന്ധിച്ചിടത്തോളം അഭിനയം ജന്മസിദ്ധമായ കഴിവാണ്. കാരണം MR രാധയുടെ മകളാണ്. തമിഴ് സിനിമയെ അഭിനയം എന്തെന്ന് കാട്ടിക്കൊടുത്ത നടനാണ് MR രാധ. പക്ഷേ MR രാധ വിവാദ പുരുഷനായി മാറുന്നത് MGRനെ വെടിവെച്ചതിലൂടെയാണ്. MGRനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു അദ്ദേഹം. അതിന് അദ്ദേഹവും കുടുംബവും ഒരുപാട് പഴികേട്ടു. കാലങ്ങൾ മറന്നു. MR രാധയുടെ മകൻ രാധാരവിയും അഭിനയ രംഗത്ത് കടന്നു വന്നു. രാധാരവിക്ക് ഒപ്പം തന്നെ രാധികയും അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു. മലയാളത്തിൻ്റെ മരുമകൾ കൂടിയാണ് രാധിക. എൻ്റെ മകൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചു അവർ. പടം സൂപ്പർ ഹിറ്റ്. കൂടും തേടി എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ചു അവർ. ആ ചിത്രവും സൂപ്പർ ഹിറ്റ്. പിന്നീട് അർത്ഥന എന്ന IV ശശി ചിത്രത്തിൽ അഭിനയിച്ചു. അർത്ഥന പരാജയപ്പെട്ടു. പക്ഷേ രാധികയ്ക്ക് മലയാളത്തിൽ ഒരുപാട് ഓഫറുകൾ വന്നെങ്കിലും അഭിനയിക്കാനുള്ള സമയം അവർക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര തിരക്കായിരുന്നു രാധികയ്ക്ക് ഒരു കാലത്ത്. ഇപ്പോഴും രാധികയ്ക്ക് തിരക്കാണ്. സീരിയലുകളിൽ സജീവമാണ് അവർ. സീരിയൽ നിർമ്മാണ കമ്പനി ആരംഭിച്ചിട്ടുണ്ട് അവരും ശരത് കുമാറും ചേർന്ന്. അതും വലിയ വിജയമാണ്. രാധികയ്ക്ക് പുരുഷന്മാർ ഉടുതുണി മാറും പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പ്രതാപ് പോത്തൻ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രാധിക ബ്രില്യൻ്റായ നടിയെന്നാണ്. അതോടൊപ്പം ബ്രില്യൻ്റായ ഭാര്യയും എന്നാണ്. പുരുഷന്മാരെ തൻ്റെ പരിധിക്ക് നിർത്തുന്ന, താൻ വരച്ച വൃത്തത്തിൽ നിർത്തുന്ന സ്വഭാവം രാധികയ്ക്ക് ഉണ്ട്. റിച്ചാർഡ് ഹാഡിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതും അതുകൊണ്ടാണ്. ഒടുവിൽ ശരത് കുമാറിൻ്റെ
ജിമ്മ് ബോഡിയിൽ, നല്ല ഉരുക്കുള്ള ബോഡിയിൽ വഴുതി വീണു രാധിക. ശരത് കുമാറും രാധികയും തമ്മിലുള്ള വിവാദം സൃഷ്ടിച്ച അലയൊലികളൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. രാധിക 63-ാം വയസ്സിലും അഭിനയത്തിൽ നമ്മെ അല്ലെങ്കിൽ തമിഴരെ വിസ്മയിപ്പിക്കുന്നു.